നടത്തുന്ന എല്ലാ സമരങ്ങളും വിജയിക്കില്ല. പക്ഷേ ഒരു സമരം ലക്ഷ്യം കാണണമെന്ന് സമരം ചെയ്തവരോട് ഒപ്പം നാടും ആഗ്രഹിച്ചതായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന CPO സമരം. എന്നാൽ 62ാം ദിവസം സമരം അവസാനിപ്പിച്ചപ്പോൾ ഒന്നും നേടാതെ മടങ്ങുകയാണ് അവർ. മുട്ടാവുന്ന വാതിലുകളിലൊക്കെയും കാണാവുന്ന നേതാക്കളെയൊക്കെ കണ്ടിട്ടും പരിഹാരം കാണാതെ വന്നതോടെയാണ് സർക്കാർ ജോലി എന്ന സ്വപ്നവുമായി CPO റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിൽ സമരം. നമ്മുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി 9 മാസം പിന്നിടുമ്പോൾ പക്ഷേ ഇത്തരം സമരങ്ങളിലൊന്നും സർക്കാർ കുരുങ്ങിയില്ല. നിയമനക്കണക്ക് പറഞ്ഞ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ റാങ്ക് ഹോൾഡേഴ്സിനെ കൈവിട്ടു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സമരപ്പന്തലെത്തി അഭിവാദ്യം അർപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല. ഒടുവിൽ ജോലിക്കായി ഓഫീസുകൾ കയറിയിറങ്ങി നടന്നു തേഞ്ഞ ചെരുപ്പ് തലയിൽ ചുമന്ന സെക്രട്ടേറിയറ്റ് മുന്നിൽ സമർപ്പിച്ചു. 62 ദിവസത്തിന് ശേഷം ഇപ്പോൾ അവർ മടങ്ങുകയാണ്. ഇനി പ്രതീക്ഷ കോടതിയിലാണ്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ കൂടി കണ്ണു തുറന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.